ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എബ്രായ ലേഖനം 11 അധ്യായം 1 വാക്യം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. എന്താണ് വിശ്വാസം? ഒരു കാര്യം ആശിക്കുന്നു, ആ കാര്യത്തിൽ ഉറപ്പ് കിട്ടുന്നു. കണ്ടില്ല, നേരിട്ട് നമ്മുടെ ദൃഷ്ടിക്ക് ഗോചരമായില്ല, പക്ഷേ ആ കാര്യത്തിൽ നല്ല നിശ്ചയം ലഭിക്കുന്നു. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പക്ഷേ ഗോളാന്തര യാത്രയെക്കുറിച്ചൊക്കെ വായിച്ചിട്ടുണ്ടാകും. ബഹിരാകാശ യാത്ര ചെയ്ത റഷ്യൻ ഗഗനചാരിയായ യൂറി ഗഗാറിൻ എന്ന ആളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഗഗാറിൻ അദ്ദേഹം 27-ാമത്തെ വയസ്സിലാണ് ഈ ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്തത്. ബഹിരാകാശത്തുകൂടെ ലോകത്തെ ചുറ്റിക്കറങ്ങിക്കണ്ട് ബഹിരാകാശത്ത് അതുവരെയും പ്രവേശിച്ചിട്ടില്ലാത്ത ആ മഹാത്ഭുതം സാധിച്ച് അദ്ദേഹം മടങ്ങി വന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ ഈ ഭൂമിയിലെല്ലായിടത്തും നോക്കിയിട്ടുണ്ട്, അവിടെയെങ്ങും ഒരു ദൈവത്തെ കണ്ടില്ല. ഞാൻ ബഹിരാകാശത്ത് കടന്നു ചെന്ന് നോക്കി, അവിടെയും ഞാൻ ദൈവത്തെ കണ്ടില്ല. ഈ ഭൂമിയിലുമില്ല, ബഹിരാകാശത്തും ദൈവമില്ല. ഗഗാറിൻ ദൈവവിശ്വാസിയായിരുന്നില്ല, ഗഗാറിൻ നിരീശ്വരനായിരുന്നു. പരിഹസിക്കുകയാണ് ചെയ്തത്. ബാഹ്യാകാശത്ത് എല്ലായിടത്തും നോക്കി, ഔട്ടർ സ്പേസിൽ എല്ലായിടത്തും ഞാൻ നോക്കി, ദൈവത്തെ കണ്ടില്ല എന്ന് ഹാസ്യാത്മകമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതിനെ പ്രശംസിച്ച ആളുകളുണ്ട്, അദ്ദേഹം പറഞ്ഞതിനെ വളരെ സങ്കടത്തോടെ കേട്ട ആളുകളുണ്ട്. 27-ാമത്തെ വയസ്സിലാണ് ഇത് പറഞ്ഞത്. ഒരു 7 കൊല്ലം കഴിഞ്ഞു. 34-ാമത്തെ വയസ്സിൽ പെട്ടെന്ന് ഒരു മഹാരോഗം ബാധിച്ചു. വലിയൊരു കെടുതി സംഭവിച്ചു, വലിയൊരു അത്യാഹിതം സംഭവിച്ചു. ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകേണ്ടി വന്നു. കടന്നു പോകുന്നതിന് മുമ്പ് വളരെ നിരാശയോടെ, വളരെ സങ്കടത്തോടെ, അതിദുഃഖത്തോടെ അദ്ദേഹം വേദനയോടെ പറഞ്ഞു, അയ്യോ, എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു പോയല്ലോ, എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു പോയല്ലോ. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ വിശ്വസിക്കാൻ കഴിയുന്നൊരു ഭാഗ്യമാണ്. ചന്ദ്രനിൽ പോയി 72 മണിക്കൂർ ചന്ദ്രനിൽ ചെലവഴിച്ച ചാൾസ് ഡ്യൂക്ക് എന്ന് പറയുന്ന ഒരു ബഹിരാകാശ സഞ്ചാരിയുണ്ട്. ചന്ദ്രനിലേക്ക് യാത്ര ചെയ്തു, 72 മണിക്കൂർ ചന്ദ്രനിൽ ചെലവഴിച്ചു. അദ്ദേഹം മടങ്ങി വന്നു. 1980-ൽ അദ്ദേഹം നമ്മുടെ ഡൽഹിയിൽ അവിടെ ലോക സമാധാനവും മതവീക്ഷണവും എന്നതിനെക്കുറിച്ചുള്ള ഒരു കോൺഫറൻസിൽ സംബന്ധിക്കുവാനായിട്ട് അദ്ദേഹത്തെ ക്ഷണിച്ചു. നമ്മുടെ ഈ ഭാരതഭൂമിയിൽ അദ്ദേഹം വന്നു. ചാൾസ് ഡ്യൂക്ക് അദ്ദേഹം വന്ന് അദ്ദേഹം അവിടെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു, ഞാൻ ജീവിതത്തിൽ വളരെ ദുഃഖം അനുഭവിച്ചു. എനിക്ക് നേടാവുന്ന ഏറ്റവും വലിയ നേട്ടമാണ് ഞാൻ നേടിയത് എന്ന് ഞാൻ അഭിമാനിച്ചു. പക്ഷേ എനിക്ക് സമാധാനം കിട്ടിയില്ല. ഏറ്റവും വലിയ ഭാഗ്യമായിപ്പോയി ഞാൻ കരുതി. എനിക്ക് അവിടെ ചന്ദ്രനിൽ കഴിച്ച 72 മണിക്കൂർ എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ നേട്ടമാണെന്ന് ഞാൻ കരുതി. ലോകം മുഴുവൻ എന്നെ പ്രശംസിച്ചു. ചെന്നിടത്തെല്ലാം എനിക്ക് പാരിതോഷികങ്ങൾ കിട്ടി, പുരസ്കാരങ്ങൾ കിട്ടി, അവാർഡുകൾ കിട്ടി, ബഹുമതികൾ കിട്ടി, എന്നെ എല്ലാവരും ആദരിച്ചു. പക്ഷേ എനിക്ക് ഉള്ളത്തിൽ സമാധാനം ഉണ്ടായില്ല. എൻ്റെ കുടുംബജീവിതം തകർന്നുപോയി. എൻ്റെ ഭാര്യ വലിയ നിരാശയിലായി, അവൾ കടുത്ത ദുഃഖത്തിലായി. അവൾ 7 വർഷം എൻ്റെ ഈ ബഹിരാകാശ യാത്ര കഴിഞ്ഞ് തിരികെ വന്ന 7 വർഷം അവൾ എൻ്റെ കൂടെ ജീവിച്ചു. അവൾ കൊടിയ നിരാശയിലായപ്പോൾ അവൾ ഭാഗ്യവശാൽ യേശുക്രിസ്തുവിന് തിരുവചനം കേൾക്കാനിടയായി. അവളുടെ ജീവിതം ക്രിസ്തുവിന് സമർപ്പിച്ചു. എന്തൊരു വലിയ സമാധാനം, എന്തൊരു വലിയ ശാന്തി, എന്തൊരു മാറ്റം അവൾക്ക്. അതുമൂലം ഞാനും ചിന്തിച്ചു, ഈ തിരുവചനം എനിക്ക് കേൾക്കണമല്ലോ. ഞാനും ചിന്തിച്ചു, ഈ ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കണമല്ലോ.
ഞാൻ ഒരു കാര്യം ചെയ്തു. ഞാനും ഈ വചനം കേട്ടു. എന്തെന്നില്ലാത്ത സമാധാനം എനിക്ക് ലഭിച്ചു. വലിയ ശാന്തി എനിക്ക് ലഭിച്ചു. ഞാനിന്നൊരു ഭാഗ്യവാനാണ്. ഞാനൊരു വലിയ നേട്ടമാണ് ഇപ്പോൾ നേടിയിരിക്കുന്നത്. ക്രിസ്തുവിനെ എനിക്ക് ലഭിച്ചിരിക്കുന്നു. ക്രിസ്തുവിനെ വിശ്വസിക്കാനൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിരിക്കുന്നു. ചന്ദ്രനിൽ പോയ മനുഷ്യൻ, ചന്ദ്രനിൽ കാലുകുത്തിയ മനുഷ്യൻ, 72 മണിക്കൂർ ചന്ദ്രനിൽ ചെലവഴിച്ച ചാൾസ് ഡ്യൂക്ക് പറയുകയാണ്, ഞാനിന്നൊരു ഭാഗ്യവാനാണെന്ന്. എന്താണ് ഭാഗ്യം? ക്രിസ്തുവിനെ ലഭിച്ചു, ക്രിസ്തുവിനെ വിശ്വസിക്കാൻ കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ ജോൺ ഗ്ലെനെക്കുറിച്ച്? വേറൊരു ബഹിരാകാശ സഞ്ചാരിയാണ്, ചന്ദ്രനിൽ പോയ ആളാണ് ജോൺ ഗ്ലെൻ. ജോൺ ഗ്ലെൻ ചന്ദ്രനിൽ പോയിട്ട് മടങ്ങി വന്നപ്പോൾ അദ്ദേഹത്തോട് ചില സ്നേഹിതന്മാർ ചോദിച്ചത് എങ്ങനെയാണ്, അങ്ങേക്ക് ചന്ദ്രനിൽ പോകാൻ പേടിയുണ്ടായിരുന്നോ? ബഹിരാകാശ യാത്ര കഴിഞ്ഞ് തിരികെ വരുമെന്നല്ലോ ഉറപ്പുമല്ലോ ഉണ്ടോ? അദ്ദേഹം പറഞ്ഞു, അല്ല, എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ ഈ ഭൂമിയിലാണെങ്കിലും ബഹിരാകാശത്താണെങ്കിലും ചന്ദ്രനിലാണെങ്കിലും ഞാൻ ക്രിസ്തുവിൻ്റെ കരങ്ങളിലാണ്. എനിക്ക് ഉറപ്പാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നീൽ ആംസ്ട്രോങ് ആണ് ആദ്യം ചന്ദ്രനിൽ കാലുകുത്തിയത്. നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ ആദ്യമായിട്ട് കാലുകുത്തിയ ആംസ്ട്രോങ്, അദ്ദേഹം ചന്ദ്രനിൽ കാലുകുത്തിയിട്ട് ആദ്യമായി അവിടെ ഒരു കൊടി നാട്ടി. ആദ്യം പറഞ്ഞ വാക്ക് എന്താണെന്ന് അറിയാമോ? പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് വേറൊരു കാര്യം പറഞ്ഞു തരാം. ആഫ്രിക്കയിലെ മിഷനറി പ്രവരനായിരുന്ന ഡേവിഡ് ലിവിങ്സ്റ്റൺ ആഫ്രിക്കയിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോയി. ഇംഗ്ലണ്ടിൽ ഏറ്റവും പ്രതാപശാലിയായും ഔന്നത്യമാർന്ന പ്രഭുകുടുംബത്തിൻ്റെ അംഗമായും പ്രശോഭിതനായിരിക്കേണ്ട ആൾ ആഫ്രിക്കയിലെ കിരാതന്മാരുടെ ഇടയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിപ്പാനായിട്ട് പോയി. ലിവിങ്സ്റ്റൻ്റെ ഈ ത്യാഗവും ഈ സ്നേഹവുമെല്ലാം പലരെയും ചിന്തിപ്പിച്ചു. അന്ന് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഇംഗ്ലണ്ടിൽ സ്റ്റാൻലി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ നിരീശ്വരനായിട്ടുണ്ടായിരുന്നു. ദൈവമില്ലെന്നാണ് സ്റ്റാൻലിയുടെ വിചാരം. ഈ ലിവിങ്സ്റ്റൺ ഒരു വിഡ്ഢിത്തമാണ് കാണിക്കുന്നതാണ് സ്റ്റാൻലി വിചാരിച്ചത്. എന്തോ ഒരു മഹാപമ്പര വിഡ്ഢിത്തം. സ്റ്റാൻലി ആഫ്രിക്കയിൽ ചെന്നു. സ്റ്റാൻലി ഈ ലിവിങ്സ്റ്റൻ്റെ കൂടെ കുറേ നാൾ താമസിച്ചു. താമസിച്ചു കഴിഞ്ഞപ്പോൾ നിരീശ്വരനായ സ്റ്റാൻലി പറയുന്നു, ഞാൻ വാസ്തവമായി ക്രിസ്തുവിനെ ഈ ലിവിങ്സ്റ്റൻ്റെ ഉള്ളിൽ കണ്ടു. സ്നേഹം, ത്യാഗം, ദയ, പരോപകാര തൽപരത, കഷ്ടത സഹിപ്പാനുള്ള മനസ്സ്, ജീവിതത്തിൽ പരിഭവമില്ല, ദുരിതങ്ങൾ ഏറ്റുവാങ്ങാനുള്ള തയ്യാറെടുപ്പ്, ഇതിനുള്ളതായ സന്നദ്ധത, ഇതെല്ലാം സാധാരണ ഒരു മനുഷ്യനിൽ കാണാൻ പറ്റുന്നതല്ല. ക്രിസ്തുവിൽ മാത്രം കാണുന്ന ആ ക്രൂസിലെ ത്യാഗോജ്വലമായ സ്നേഹത്തിൻ്റെ വ്യക്തമായ ചിത്രീകരണവും പ്രതിഫലനവുമാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടത് എന്ന് സ്റ്റാൻലി പറഞ്ഞു. സ്റ്റാൻലി ഒരു ദൈവവിശ്വാസിയായി എന്ന് മാത്രമല്ല, ലിവിങ്സ്റ്റൻ്റെ ജീവിതം കണ്ട് സ്റ്റാൻലി ക്രിസ്തുവിശ്വാസിയായി എന്ന് മാത്രമല്ല, സ്റ്റാൻലി ലിവിങ്സ്റ്റൻ്റെ ഒരു കോവർക്കറായി മാറി. ലിവിങ്സ്റ്റൺ പിന്നീട് ആഫ്രിക്കയിൽ ദൈവത്തിൻ്റെ വേല ചെയ്ത കാലത്തെല്ലാം സ്റ്റാൻലി കൂടെ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാനിതെല്ലാം വായിച്ചപ്പോൾ ഞാൻ അല്പനേരം തിരിഞ്ഞു നിന്ന് ചിന്തിച്ചു. അല്പനേരം തിരിഞ്ഞു നിന്ന് ഞാനിങ്ങനെ മൗനമായി ഇരുന്നു പോയി. മറ്റൊന്നും കൊണ്ടല്ല, കർത്താവേ, ലിവിങ്സ്റ്റൻ്റെ ജീവിതം കണ്ട് സ്റ്റാൻലിക്ക് ക്രിസ്തുവിനെ കണ്ടെത്താനിടയായല്ലോ. എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ നേടേണ്ടത് നേടിയോ? എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ സമ്പാദിക്കേണ്ടത് സമ്പാദിച്ചുവോ? എൻ്റെ ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞോ? ഞാൻ പ്രസംഗിച്ചു, ഞാൻ ദൈവത്തിന് വേല ചെയ്തു, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് മാനസാന്തരപ്പെട്ടു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞോ? എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതം ഞാൻ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ, നാഥാ, നീ എങ്ങനെയാണ് കാണുന്നത്? നീ എങ്ങനെ കാണുന്നുവെന്ന് നീ കാണുന്ന പ്രകാരം എനിക്കൊന്ന് കണ്ട് എളിമപ്പെടാനുള്ള കൃപ തരണമേ. ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. സഹോദരങ്ങളെ, ഇന്ന് നിങ്ങളോട് സ്നേഹത്തോടെ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തുവിലുള്ള വിശ്വാസം നിങ്ങളുടെ ഹൃദയത്തിൽ ജ്വലിച്ചു നിൽക്കട്ടെ. ക്രിസ്തുവിലുള്ള വിശ്വാസം, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം, ആ വിശ്വാസം നിങ്ങളെ നയിക്കട്ടെ. വിശ്വാസം, യേശുക്രിസ്തു എനിക്ക് മതിയായവൻ എന്നുള്ള വിശ്വാസം, എൻ്റെ കഷ്ടതയിൽ എന്നെ താങ്ങുവാൻ, എൻ്റെ ദുരിതങ്ങളിൽ എന്നെ പോറ്റുവാൻ, എൻ്റെ വറുതിയിൽ എന്നെ സഹായിപ്പാൻ, ഞാൻ എതിർപ്പുകളുടെ മധ്യത്തിൽ പതറിപ്പോകുമ്പോൾ എനിക്ക് താങ്ങും തണലുമായി നിൽപ്പാൻ യേശുക്രിസ്തു മതിയായവനാണ് എന്നുള്ള ഒരു വലിയ ബോധ്യം നിങ്ങളെ ഭരിക്കട്ടെ. ജീവിതത്തിൽ പ്രതിസന്ധികളില്ലേ, പ്രാതികൂല്യങ്ങളില്ലേ, ദുരിതങ്ങളും യാതനകളും വേദനകളുമില്ലേ? എന്തെന്ത് പ്രതിസന്ധികളിലൂടെയാണ് നാം ഓരോ ദിവസവും കടന്നു പോകുന്നത്. ഈ ലോക ജീവിതം ദുരിതം നിറഞ്ഞതല്ലേ, യാതനാഭരിതമല്ലേ? എത്രയോ കൊടുങ്കാറ്റുകളേറ്റാണ്
നാം വാടിയും തളർന്നും ആടിയും ഉലഞ്ഞും ഈ ജീവിതപ്പടക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പറയട്ടെ, ഈ ലോക ജീവിതത്തിൽ ചാരാൻ കൊള്ളാവുന്ന ഒരു വ്യക്തിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. അത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. യേശുക്രിസ്തുവിൽ ചാരിയാൽ അവൻ ഉലഞ്ഞു പോവില്ല, അവൻ ആടിപ്പോവില്ല, അവൻ വാടിപ്പോവില്ല, അവൻ തളർന്നു പോവില്ല. പ്രിയപ്പെട്ടവരെ, യേശുവിൽ നിങ്ങൾ ചാരുവീൻ. എനിക്കും നിങ്ങൾക്കും ചാരുവാനായി യേശുവിന് തിരുമാറ് തുറന്നിരിക്കുന്നു. ആ തിരുവിലാവ് തുറന്നിരിക്കുന്നു. യേശുവിന് തൃക്കൈകൾ നീട്ടിയിരിക്കുന്നു. അവനെ നിങ്ങൾ കൈക്കൊള്ളാമെങ്കിൽ, അവനെ നിങ്ങൾക്ക് സ്വീകരിക്കാമെങ്കിൽ, അവൻ നിങ്ങൾക്ക് സമാധാനം തരും, അവൻ നിങ്ങൾക്ക് ആശ്വാസം തരും, അവൻ നിങ്ങൾക്ക് തണലായി നിൽക്കും, അവൻ നിങ്ങൾക്ക് സഹായിയായി നിൽക്കും. നിങ്ങളുടെ ക്ലേശങ്ങളിൽ നിങ്ങളെ അവൻ സഹായിക്കും. രോഗശൈലിയിൽ നിങ്ങൾ കിടക്കുമ്പോൾ അവൻ നിങ്ങളുടെ അരികത്ത് വന്നിരിക്കും. 41-ാം സങ്കീർത്തനം പറയുന്ന പ്രകാരം രോഗശൈലിയിൽ ദൈവം നമ്മെ താങ്ങും. രോഗശൈലിയിൽ താങ്ങുന്നവൻ, രോഗക്കിടക്ക മാറ്റി വിരിക്കുന്നവൻ, രോഗക്കിടക്ക സൗഖ്യത്തിൻ്റെ കിടക്കയായി മാറ്റുന്നവൻ, വിശ്രമത്തിൻ്റെ കിടക്കയായി മാറ്റുന്നവൻ, കരുണയുള്ള കർത്താവ് വേദനകൾ മാറ്റിത്തരികയും ആറ്റിത്തരികയും ചെയ്യും. ജീവനുള്ള ക്രിസ്തു നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ നിങ്ങൾ അവന് വേണ്ടി വിട്ടുകൊടുത്താൽ അതാണ് വിശ്വാസം, അതാണ് മാനസാന്തരം. വിശ്വാസം ലഭിച്ചോ മാനസാന്തരത്തിലേക്ക് നയിക്കാം. എങ്ങനെയാണ് ഈ വിശ്വാസം ലഭിക്കുന്നത്? അത് റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറയുന്നുണ്ട്. റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 17-ാം വാക്യം, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താൽ വരുന്നു. ക്രിസ്തുവിൻ്റെ വചനം കേൾപ്പിക്കുന്നു, വചനം കേൾക്കുന്നു, വചനം കേൾക്കുമ്പോൾ വിശ്വാസം വരും. വചനം ശക്തിയാണ്, വചനം ജീവനാണ്. ജീവൻ്റെ വചനം നാം കേൾക്കുന്നു, വചനം നാം ഉൾക്കൊള്ളുന്നു, വചനം നാം സ്വീകരിക്കുന്നു. വചനം ഉൾക്കൊള്ളുമ്പോൾ നമുക്ക് വിശ്വാസം വരും. വിശ്വാസവീരന്മാരുടെ നിര ലോകചരിത്രത്തിലെ ക്രൈസ്തവ പരിശുദ്ധന്മാരുടെ നിരയിൽ നാം തെളിഞ്ഞു കാണുകയാണ്. വിശ്വാസവീരന്മാർ നമുക്കും ആകരുതോ? വിശ്വാസവീരന്മാരായി തീരുക നമുക്കും സാധിക്കരുതോ? ആ ഭാഗ്യം നമുക്ക് നേടരുതോ? എനിക്കൊരു വിശ്വാസിയായി ജീവിക്കണം, എനിക്ക് യേശുക്രിസ്തുവിന് വേണ്ടി ചെലവഴിക്കപ്പെടണം. ഇങ്ങനെയാണ് പറയുന്ന അപ്പോസ്തലൻ പറയുന്നത്. എന്നാൽ കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. യേശുക്രിസ്തുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നില്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? നന്മ സുവിശേഷിക്കുന്ന കാലം എത്ര മനോഹരം! യേശുക്രിസ്തുവിൻ്റെ വചനം അത് കേൾപ്പിക്കുക. എന്താണ് പറയുന്നത്? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി അയക്കുക, ദൈവത്തിൻ്റെ വേലയ്ക്ക് പ്രോത്സാഹനം കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, ഏതൊരു ദേശത്തിൻ്റെയും ഏതൊരു ഭവനത്തിൻ്റെയും നട്ടെല്ല് പ്രാർത്ഥനാ ജീവിതമാണ്. ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ അധിഷ്ഠിതമായ പ്രാർത്ഥനാ ജീവിതം. നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ വ്യക്തി ജീവിതങ്ങൾ പ്രശോഭിതമാകും, നിങ്ങളുടെ ജീവിതം പ്രഫുല്ലമാകും, നിങ്ങളുടെ ജീവിതം ഉന്മിഷത്താകും, നിങ്ങൾക്ക് ശോഭനമായ ഭാവി ലഭിക്കും. ഒന്നേ വേണ്ടൂ, ക്രിസ്തുവിൻ്റെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ പ്രാർത്ഥനാ ജീവിതം. പുറമേ കാണിക്കാനല്ല, ആരെയും ബോധ്യപ്പെടുത്താനല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ അധിഷ്ഠിതമായ പ്രാർത്ഥനാ ജീവിതം തുടങ്ങണം. വ്യക്തിപരമായി ക്രിസ്തുവിനോടൊരു ബന്ധം പുലർത്തണം. വ്യക്തിപരമായി ക്രിസ്തുവിനോടുള്ള ബന്ധം, കോൺസ്റ്റൻറ്റ് റിലേഷൻഷിപ്പ് ക്രൈസ്റ്റ്. ക്രിസ്തുവിനോട് കോൺസ്റ്റൻറ്റ് റിലേഷൻഷിപ്പ്, നിരന്തരമായ ബന്ധം, വിട്ടും മാറിയുമല്ല, നിരന്തരമായ ബന്ധം. അതെങ്ങനെ സാധിക്കും? പാപം മാറണം. ഇതെങ്ങനെ കിട്ടും? വചനം കേൾക്കണം. വചനം കേൾക്കുന്നത് എങ്ങനെ? വചനം കേൾക്കാൻ ആരെങ്കിലും പോകണം. ആരെങ്കിലും പോകുന്നത് എങ്ങനെ? വചനം കേൾക്കാൻ, വചനം പറയാൻ ആരെങ്കിലും അയക്കണം. അയക്കാൻ ആളുകളുണ്ടാകണം, പ്രോത്സാഹിപ്പിക്കണം. അതാണ് പറഞ്ഞത്. അവർ വിശ്വസിക്കാത്തവരെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? ക്രിസ്തുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. രക്ഷ വേണമെങ്കിൽ ക്രിസ്തുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കണം, യേശുക്രിസ്തുവിനെ വിളിച്ചപേക്ഷിക്കണം. ക്രിസ്തുവാണ് രക്ഷകൻ. രക്ഷകന്മാർ പലരില്ല, ഏകരക്ഷകൻ ക്രിസ്തു. ക്രിസ്തുവിനെ വിളിച്ചപേക്ഷിക്കണം. അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നതില്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. വിശ്വാസം. ധനവാൻ പറഞ്ഞു, അബ്രഹാം പിതാവിനോട് പറഞ്ഞു, അബ്രഹാം പിതാവേ, ആ ലാസറിനെ ഒന്ന് ഭൂമിയിലേക്ക് അയക്കണം. എൻ്റെ 5 സഹോദരന്മാർ അവർ ഈ യാതനാ സ്ഥലത്തേക്ക് വരാൻ ഇടയാകരുത്, ഒന്ന് അയക്കണം. അല്ലല്ല, അത് വേണ്ട, അവിടെ മോശയും പ്രവാചകന്മാരുണ്ടല്ലോ. അയ്യോ അബ്രഹാം പിതാവേ,
മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്കുന്നവർ കേൾക്കുകയില്ല. മരിച്ചവരിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് ചെന്നാലേ അവർ മാനസാന്തരപ്പെടുകയുള്ളൂ. എന്നെപ്പോലെ തന്നെയാണ് അവർ മാനസാന്തരപ്പെട്ടിട്ടില്ല. എന്തോരം പ്രസംഗം ഞാനും ഭൂമിയിൽ വെച്ച് കേട്ടതാണ്. ഞാൻ ഏതെല്ലാം സുവിശേഷകരെ പരിചയപ്പെട്ടതാണ്. ഏതെല്ലാം ആത്മീയമായ കൂട്ടായ്മകളിൽ ഞാനും പങ്കെടുത്തതാണ്. എനിക്ക് മാനസാന്തരം കിട്ടിയില്ല. എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അബ്രഹാം പിതാവ് പറഞ്ഞു, മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാഞ്ഞാൽ മരിച്ചവരിൽ നിന്നൊരുത്തൻ എഴുന്നേറ്റ് ചെന്നാലും അവർ മാനസാന്തരപ്പെടുകയില്ല, വിശ്വസിക്കുകയില്ല. മാനസാന്തരം വിശ്വാസത്താൽ. പ്രിയപ്പെട്ടവർ, എന്താണ് മരണാനന്തരാവസ്ഥ? മരണാനന്തരാവസ്ഥ എന്താണ്? വിശ്വാസത്താൽ ദൈവരാജ്യത്തിൽ എത്തിച്ചേരുകയാണ്. എനിക്കൊരു കാരണവശാലും എത്താൻ സാധ്യമല്ലാത്ത സ്വർഗത്തിൽ ഞാൻ എത്തിച്ചേരുകയാണ്. എങ്ങനെയാണ്? അങ്ങോട്ട് പോയ യേശുക്രിസ്തുവിൻ്റെ തിരുവസ്ത്രത്തിൻ്റെ ആ തൊങ്ങലിൽ പിടിച്ചുകൊണ്ട് അങ്ങോട്ട് കയറാം. എനിക്ക് സ്വന്തം നിലയിൽ കയറാനൊക്കുകയില്ല. തപസ്സനുഷ്ഠിച്ച് അങ്ങോട്ട് കയറാനൊക്കുകയില്ല. ഞാൻ മഹർഷിയെപ്പോലെ അല്ലെങ്കിൽ താപസനെ പോലെ ജീവിച്ച് അങ്ങോട്ട് കയറാനൊക്കുകയില്ല. ദൈവരാജ്യത്തിലേക്ക് പോകാൻ ഞാൻ കുറേയേറെ നല്ല പ്രവൃത്തികളൊക്കെ ചെയ്ത് അങ്ങോട്ട് കയറാനൊക്കുകയില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ക്രിസ്തു എന്ന ഒരു വ്യക്തിയിൽ ആശ്രയിച്ച് മാത്രമേ എനിക്ക് അങ്ങോട്ട് കയറാനൊക്കുകയുള്ളൂ. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ക്രിസ്തുവിൽ ആശ്രയിക്കുകയും ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെ സ്വീകരിച്ച് വിശ്വസിച്ച് അംഗീകരിച്ച് ക്രിസ്തു ക്രൂശിൽ മരിച്ചതുപോലെ എൻ്റെ പഴയ മനുഷ്യൻ മരിച്ചു എന്നുള്ള നിർണയത്തോടെ പുതിയ മനുഷ്യനായി ജീവിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിൽ എത്തുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഇത് ഒരു പഴഞ്ചൻ കാര്യമല്ല. എന്നുമെന്നും പുതിയ കാര്യമാണ്. ഞാനൊരു പുതിയ സൃഷ്ടിയായി തീരുക. പ്രിയപ്പെട്ടവരെ, പ്രായോഗികമായ വശം പറയട്ടെ, നമ്മുടെ ബുദ്ധിയിൽ അത് ഒതുങ്ങുകയില്ല. ബുദ്ധിയിൽ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. C.S. ലൂയിസ് എന്ന് പറയുന്ന ആളുണ്ടല്ലോ, അദ്ദേഹം ബുദ്ധി കൊണ്ട് ഒരുപടി പഠിച്ചു. പഠിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായത് ഈ മുഴുവൻ മണ്ടത്തരമാണ്. ഈ ക്രിസ്തുവിൻ്റെ ഭക്തിയും ക്രിസ്തുവിനോടുള്ള ഭക്തിയും ക്രിസ്തുവിൻ്റെ വിശ്വാസമൊക്കെ വെറും മണ്ടത്തരം. മനുഷ്യൻ ബുദ്ധിജീവിയാണ്. മനുഷ്യൻ യുക്തിഭദ്രതയുള്ളവനാണ്, യുക്തിബോധമുള്ളവനാണ്. അവനിതിനിങ്ങനെ ഈശ്വര വിശ്വാസം പുലർത്തുന്നു, ക്രിസ്തുവിനുള്ള വിശ്വാസം പുലർത്തുന്നു. ഇതൊക്കെയാണ് C.S. ലൂയിസ് ആദ്യം പറഞ്ഞത്. പക്ഷേ C.S. ലൂയിസ്, നിങ്ങൾക്ക് കേൾക്കണമോ, C.S. ലൂയിസ് ജീവിതത്തിൽ കൂടുതൽ ബൈബിൾ വായിക്കാനും തിരുവചനം ഗ്രഹിക്കാനും ശ്രമിക്കും തോറും കൂടുതൽ വെളിവ് കിട്ടി വന്നു. നോക്കൂ, C.S. ലൂയിസ് പിൽക്കാലത്ത് ക്രിസ്തുവിൻ്റെ ഏറ്റവും ശക്തനായ ഒരു വലിയ വക്താവായി മാറി, ക്രിസ്തുവിനെ അനുഭവിക്കുന്നതായി മാറി. C.S. ലൂയിസ് എഴുതിയ പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കുന്നത് നല്ലതായിരിക്കും. ക്രിസ്ത്യാനിറ്റി ആൻഡ് ക്രിസൻഡം അദ്ദേഹം എഴുതിയ പുസ്തകമാണ്. ആ പുസ്തകം വായിച്ചാൽ അപ്പോഴാണ് നിരീശ്വരൻ എങ്ങനെ വിശ്വാസിയായി മാറി എന്ന് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഇംഗ്ലീഷ് സാഹിത്യത്തിലെ സുപ്രസിദ്ധനായ ഒരു വലിയ നോവലിസ്റ്റാണ് റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ. R.L. സ്റ്റീവൻസൺ എന്ന് പറയുന്ന റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ അദ്ദേഹം എഴുതിയ കിഡ്നാപ്പ്, ട്രഷർ ഐലൻഡ് മുതലായ പുസ്തകങ്ങൾ ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് ഹരം പിടിക്കുന്ന നോവലുകളാണ്, മനോഹരമായ പുസ്തകങ്ങളാണ്. ഞാൻ പണ്ട് കിഡ്നാപ്പ് ഞാൻ പഠിച്ചിട്ടുണ്ട്, ട്രഷർ ഐലൻഡ് ഞാൻ വായിച്ചിട്ടുണ്ട്. മനോഹരമായ പുസ്തകങ്ങളാണ്. ഇദ്ദേഹം ഒരു നല്ല പ്രായം വരെ നിരീശ്വരനായിരുന്നു, ദൈവമില്ലെന്ന് പറയുന്നയാളായിരുന്നു. പക്ഷേ R.L. സ്റ്റീവൻസൺ പിൽക്കാലത്ത് ക്രിസ്തുവിൻ്റെ തിരുവചനം വായിക്കുകയും തിരുവചനം കേൾക്കുകയും തിരുവചനം ധ്യാനിക്കുകയും ചെയ്തു. ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞു, ക്രിസ്തുവിനായി ജീവിതം സമർപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബുദ്ധി കൊണ്ടൊന്നും ആലോചിക്കേണ്ട. ബുദ്ധിയിലൊന്നും മനസ്സിലാവുകയില്ല, ബുദ്ധിയിലൊന്നും പഠിക്കാൻ ഒക്കുകയുമില്ല. ഇതൊരു വലിയ ഐന്ദ്രജാലിക ശക്തിയാണ്, ക്രിസ്തുവിൻ്റെ ശക്തി. അതൊരു അപ്രമേയ ശക്തിയാണ്, അത്ഭുതകരമായ ശക്തിയാണ്. നമ്മുടെ ബുദ്ധിയിൽ അത് വിശകലനം ചെയ്താൽ മനസ്സിലാവുകയില്ല. ഈ പാവ മനുഷ്യൻ്റെ ബുദ്ധിയിൽ ഒതുങ്ങുന്നതാണോ ക്രിസ്തു? ദൈവത്തിന് സ്തോത്രം. ഈ നിസ്സാര മനുഷ്യൻ്റെ ചെറിയ ബുദ്ധിയിൽ ഒതുങ്ങുമോ ക്രിസ്തുവിൻ്റെ ആ അത്ഭുത പ്രപഞ്ചം? അത്ഭുതകരമായ വ്യക്തിത്വം എൻ്റെ ഈ ബുദ്ധിയിൽ ഒതുങ്ങുന്നതാണോ? എന്നാൽ കരുണയുള്ള കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വസിപ്പാൻ ആഗ്രഹിച്ചുകൊണ്ട്, അവൻ നമ്മെ സ്നേഹിച്ചുകൊണ്ട് തൻ്റെ ഹൃദയം നമുക്ക് വേണ്ടി തുറന്നിരിക്കുന്നു. നോഹ ദൈവത്തെ വിശ്വസിച്ചു. നോഹ ദൈവത്തെ വിശ്വസിച്ചപ്പോൾ ദൈവത്തിൻ്റെ വചനം കൈക്കൊണ്ടു. വചനപ്രകാരം നോഹ ആ തലമുറയെ നീതിമാനായി ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചു. മോശ ദൈവത്തെ വിശ്വസിച്ചു, അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു. ഇല്ലായ്മയിൽ ഉളവാക്കിയ നിത്യനായ ദൈവത്തെ അബ്രഹാം വിശ്വസിച്ചു. അത് അബ്രഹാമിന് നീതിയായി കണക്കിട്ടു. ഞാൻ വിശദീകരിക്കുന്നില്ല. ഇന്ന് നിങ്ങൾ ക്രിസ്തുവിനെ വിശ്വസിക്കാം.
മറ്റൊന്നും വേണ്ട. നിങ്ങളതിന് മതമൊന്നും മാറണ്ട, നിങ്ങൾ സഭയൊന്നും മാറണ്ട, നിങ്ങൾ സമുദായം മാറണ്ട, നിങ്ങളുടെ ഡ്രസ്സിൻ്റെ നിറം മാറണ്ട. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഡ്രസ്സിൻ്റെ കളറൊന്നും മാറാൻ നിങ്ങൾ നോക്കണ്ട. ഞാൻ പറയും, തുറന്നു പറയും, ലജ്ജ കൂടാതെ പറയും, നിങ്ങൾ ആഭരണമൊന്നും മാറ്റണ്ട. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മാറ്റേണ്ടത് നിങ്ങളുടെ ഹൃദയമാണ്. നിങ്ങളുടെ ഹൃദയം മാറും, സ്വഭാവം മാറും, നിങ്ങളുടെ ജീവിതം മാറും, നിങ്ങളുടെ ലക്ഷ്യം മാറും, നിങ്ങളുടെ ലാക്ക് മാറും, നിങ്ങളുടെ ജീവിത വീക്ഷണം മാറും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉൾത്തളങ്ങളിലേക്ക് സമാധാനം ഇരച്ചു കയറും. ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരും. നിങ്ങളെ നയിക്കാൻ ഉടമസ്ഥനുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമാകും. യേശു ക്രിസ്തു നിങ്ങൾക്ക് രക്ഷകർത്താവുണ്ടെന്ന് മനസ്സിലാകും. നമുക്ക് വേണ്ടി പാപത്തിന് ശിക്ഷയേറ്റ് ക്രൂസിൽ മരിച്ചവൻ, എൻ്റെ പാപത്തിന് ശിക്ഷയേറ്റ് കുരിശിൽ മരിച്ചവൻ, കുറ്റമില്ലാത്ത രക്തം ചിന്തിയവൻ, ഇപ്പോൾ നിങ്ങൾ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അരികത്ത് വന്നിരിക്കും നിങ്ങൾ വിശ്വസിക്കൂ. അവൻ നിങ്ങളുടെ അരികത്തോടെ മന്ദം നടക്കും നിങ്ങൾ വിശ്വസിക്കൂ. അവൻ നിങ്ങളുടെ അരികത്തോടെ നിൽക്കും നിങ്ങൾ വിശ്വസിക്കൂ. അവൻ നിങ്ങളെ സ്നേഹത്തോടെ നോക്കും നിങ്ങൾ വിശ്വസിക്കൂ. യേശു ക്രിസ്തു നിങ്ങളുടെ അരികത്ത് വന്ന് കാരുണ്യവായ്പോടെ നിങ്ങൾ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. ആ സ്നേഹാർദ്രമായ തിരുസന്നിധാനത്തിലേക്ക് നിങ്ങളുടെ ഉള്ളം നിങ്ങൾ തുറക്കുവീൻ. ക്രിസ്തുവിനോട് പറയുവീൻ, നാഥാ, ഇന്ന് വരെ സാത്താൻ്റെ അടിമത്വത്തിൽ, പാപത്തിൻ്റെ അടിമത്വത്തിൽ ഞാൻ ജീവിച്ചു പോയി. അനേകം തിന്മകളിൽ ഞാൻ മുഴുകിപ്പോയി. ഇന്ന് നാഥാ, ഞാനിതാ പാപത്തോട് യാത്ര പറഞ്ഞ് സാത്താനെ, അവൻ്റെ സകല സൈന്യത്തെ ഉപേക്ഷിച്ച് മിശിഹാതമ്പുരാനെ ഞാൻ എൻ്റെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിക്കുന്നു. ഇന്നു മുതൽ ഞാൻ പുതിയ സൃഷ്ടിയായി ജീവിക്കും. ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹം കാണട്ടെ. ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാഞ്ച കാണട്ടെ. ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൻ്റെ തീരുമാനം കാണട്ടെ. ക്രിസ്തു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൻ്റെ തൃക്കര നിങ്ങൾ ശിരസിൽ വയ്ക്കട്ടെ. ക്രിസ്തുവിൻ്റെ ആണിപ്പാടുള്ള കരം നിങ്ങൾ ശിരസിൽ വയ്ക്കുമ്പോൾ നിങ്ങളുടെ പാപത്തിൻ്റെ ചങ്ങലകൾ പൊട്ടിപ്പോകും. നിങ്ങളുടെ പാപത്തിൻ്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകും. സാത്താൻ്റെ കെട്ടുകളെല്ലാം തകർന്നു പോകും. സാത്താൻ്റെ കോട്ടകൾ ഇടിഞ്ഞു പോകും. സാത്താൻ്റെ എല്ലാ ചങ്ങലക്കെട്ടുകളും തകർന്ന് നിങ്ങൾ ക്രിസ്തുവിൻ്റെ വകയായി തീരും. ക്രിസ്തുവിൻ്റെ വകയായി സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായി മാറും. സ്വർഗീയ പൗരത്വം നിങ്ങൾക്ക് ലഭിക്കും. ക്രിസ്തു നിങ്ങളെ തൻ്റെ മക്കളായി ചേർക്കും. ക്രിസ്തു തൻ്റെ സ്വർഗീയ അവകാശത്തിലേക്ക് നിങ്ങളെ ചേർത്തണയ്ക്കും. ക്രിസ്തു നിങ്ങളെ അനുഗ്രഹിക്കും. ആരെ സമർപ്പിക്കുന്നു? ആരെ പ്രാർത്ഥിക്കുന്നു? യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. യേശുവേ, ഇന്നു മുതൽ ഞാൻ പുതിയ സൃഷ്ടി. നാഥ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. യേശുവേ, ഇന്നു മുതൽ ഞാൻ പുതിയ സൃഷ്ടി. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി സ്തോത്രം. നാഥ, അവിടുത്തെ ജീവൻ്റെ വചനം കേട്ട ഈ നിന്റെ മക്കളെ അവിടെ നിന്ന് വാഴ്ത്തണമേ. വചനം കേട്ട എല്ലാവരുടെ മേൽ ഒരുത്തർക്കരം വരണമേ. അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. രോഗികളുണ്ടല്ലോ കർത്താവേ, സൗഖ്യം നൽകണമേ. മനസ്സ് ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ടല്ലോ കർത്താവേ, ആശ്വാസം നൽകണമേ. ഹൃദയം വിങ്ങി വേദനിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടല്ലോ കർത്താവേ, സമാധാനം നൽകണമേ. കുടുംബത്തിൽ ശാന്തിയില്ലാതെ അഴിലുന്നവരുണ്ടല്ലോ കർത്താവേ, കുടുംബങ്ങളിലേക്ക് സമാധാനം അയക്കണമേ. ജീവിതം വഴിവിട്ട് നിൽക്കുന്നവരുണ്ടല്ലോ കർത്താവേ, നിന്റെ മക്കൾക്ക് മുന്നോട്ട് ഗതി നൽകണമേ. കടത്തിൽ മുങ്ങി വലയുന്നവരുണ്ടല്ലോ കർത്താവേ, ഒരു പോംവഴി നൽകണമേ. കരുണയുള്ള കർത്താവേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. നിത്യജീവന്റെ ഉറപ്പ് നൽകണമേ. നിത്യ സ്വർഗത്തിന്റെ അവകാശം നൽകണമേ. പാപത്തെ ഉപേക്ഷിപ്പാനുള്ള നൽവരം നൽകണമേ. പുതിയ ജീവിതം നയിപ്പാനുള്ള ഭാഗ്യം നൽകണമേ. എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ. അവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുക്കണമേ. യേശു ക്രിസ്തുവിന്റെ ജയകരമായ നാമത്തിൽ തന്നെ. ആമീൻ.